അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എന്ന് പറയുമ്പോഴത്തേക്കിന് ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് 2020-24 നടന്ന PSC എക്സാംസിനകത്തുനിന്ന് എടുത്തിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇന്നൊരു 50 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ പറയാൻ നോക്കുക. നമ്മളിതെന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് വൊക്കാബുലറിയുടെ സെക്ഷൻ വരികയൊക്കെയാണ്, അല്ലെങ്കിൽ EDMs അങ്ങനത്തെ സെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവം കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി എന്നാണ്. അല്ല, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നൊരു സെക്ഷനകത്തുള്ള സെക്ഷനാണിത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ മൂവി എന്നാണ്. ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ടാഗ് വരും എന്നാണ്. ഏതാണ് ആൻസർ? ഷാൽവി ആണ് അല്ലേ. നമുക്കറിയാം ലെറ്റ്സ് എന്നൊരു സംഭവം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ വരേണ്ടത് ഷാൽ എന്നുള്ളൊരു സംഭവമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഐ വെന്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ എന്നാണ്. ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? എ ആണോ, ആൻ ആണോ, ദി ആണോ? ഐ വെന്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ എന്നാണ് അല്ലേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താണ് ഇതെന്ന് പറയുമ്പം EDMs ഒരു സെക്ഷനകത്തുള്ളതാണ്. എൻ്റെ കയ്യിൽ എന്താണ് നമ്മുടെ SSCRTയുടെ 8 തൊട്ട് 10 വരെയുള്ള ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് അതെന്ന് പറയാൻ EDMs ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഗ്രാമറിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ അതുണ്ട്, നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ സെക്ഷനുണ്ട്, വൊക്കാബുലറി ഉണ്ട്. അതിനകത്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ട് EDMs ഒക്കെ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനതൊരു സെക്ഷൻ സെപ്പറേറ്റ് ചെയ്യാമേ. അത് ഒത്തിരി കുറേ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു 100ഓളം പേജ് വരുന്നുണ്ട് നമ്മുടെ ആ 8 തൊട്ട് 10 വരെ ടെക്സ്റ്റ് മാത്രം. അപ്പോൾ അതിനകത്ത് EDMs ഉള്ളതാണ്. അപ്പോൾ നോക്കി എന്താണ് സിദ്ധാർത്ഥ് ഇസ് എ സ്ട്രെയിറ്റ് ആരോ എന്നാണ് അല്ലേ. സ്ട്രെയിറ്റ് ആരോ എന്നുള്ള ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ് സ്ട്രെയിറ്റ് ആരോ? പറഞ്ഞാൽ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണ് എന്ത് സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുന്നത്. ഒരു ഓണസ്റ്റ് ആയിട്ടും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളെ നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈവിൾ പേഴ്സൻ്റെയും ആക്ഷൻ പേഴ്സൻ്റെയും ഔട്ട്ഡേറ്റഡ് പേഴ്സൻ്റെയും അതിന് യൂസ് ചെയ്യുന്ന EDMs എന്തായിരിക്കും അറിയാമോ? ഈവിൾ പേഴ്സൺ യൂസ് ചെയ്യുന്ന EDM എന്തായാലും നമ്മൾ എന്താ പറയും? എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് നമ്മൾ പറയും. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് നമ്മൾ പറയുന്നത് ഒരു ഈവിൾ പേഴ്സണെയാണ്. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്. സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഈവിൾ പേഴ്സണെ പറയുന്നതാണ്. ഒരു ആങ്ഷ്യസ് പേഴ്സൺ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ബണ്ടിൽ ഓഫ് നെർവ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ബണ്ടിൽ ഓഫ് നെർവ്സ് എന്ന് പറയുന്നത് ആങ്ഷ്യസ് പേഴ്സൺ ആണ്. ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഭവമാണ് നമ്മൾ ഫോസിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോത്തിരിക്കുക. ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണ് സ്ട്രെയിറ്റ് ആർ നമ്മൾ പറയുന്നത്. ഒരു സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്നത് ഈവിൾ പേഴ്സൺ ആണെന്ന് നോത്തിരിക്കുക. നമ്മൾ ബണ്ടിൽ ഓഫ് നെർവ്സ് വിളിക്കുന്നത് ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ആളെയാണ്. ക്ലിയർ അല്ലേ? ഇത് EDMs സെക്ഷനകത്തുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ പറഞ്ഞ ഈഫ് വെച്ചിട്ടുള്ള സംഭവം തന്നെ ഇത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് വരുന്നതാണ്. എന്ത് ഈഫ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഈഫ് എന്നുള്ള സെക്ഷൻ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിനകത്തും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കുറേ സെക്ഷൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സസൈസസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈഫിനെന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക. നോക്കിയേ, ഇഫ് യു വർക്ക് ഹാർഡ് ഇതിൻ്റെ ബാക്കി എന്താണെന്നാണ് അറിയേണ്ടത്. എന്തായിരിക്കും ഇഫ് യു വർക്ക് ഹാർഡ്? ഇതിൻ്റെ ബാക്കി എന്താണെന്ന് പറയാമോ? ഏതാണ്? യു വിൽ സക്സീഡ് ആണല്ലോ. നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ അല്ലേ. ഇതെന്ന് പറയുമ്പം ഇഫ് യു വർക്ക്ഡ് ഹാർഡ് ആയിരുന്നെങ്കിൽ യു വുഡ് സക്സീഡ് എന്നായേനെ കേട്ടോ. തെറ്റിക്കരുത്. ഇഫ് യു വർക്ക്ഡ് ആണ് ഇവിടെ വർക്ക്ഡ് എന്നുള്ള സംഭവം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ യു വുഡ് സക്സീഡ് ആയേനെ. ഇവിടെ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് കൊണ്ടാണ് എന്ത് വന്നത്? യു വിൽ സക്സീഡ് എന്ന് വന്നത് കേട്ടോ. തെറ്റിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറിൻ വേർഡ്സ് എന്നുള്ള സെക്ഷനകത്തുള്ളതാണ്. ഫോക്സ് പോസ് എന്നുള്ള ഫോറിൻ വേർഡിൻ്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഇതാണല്ലോ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് ഒരു എംബാരസിങ് ആയിട്ടുള്ളൊരു റിമാർക്ക് നിങ്ങൾ പറയുക, അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷനിൽ ചെയ്യാൻ പാടാത്ത കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നാണം കിടന്നൊരു കാര്യം ചെയ്യുക. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫോക്സ് പാസ് എന്ന് പറയുന്ന സംഭവം കേട്ടോ. എ പർട്ടിക്കുലർ വേ ഓഫ് ഡൂയിങ് സംതിങ്. എന്താണ് അതിന് പറയുന്നത്? എ പർട്ടിക്കുലർ വേ ഓഫ് ഡൂയിങ് സംതിങ്ങിന് എന്താണ് പറയുന്നത്? നമ്മൾ പറയും മോഡസ് ഓപ്പറാൻഡി എന്ന് പറയത്തില്ലേ. മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഭവം ചെയ്യുന്ന ഒരു രീതിയാണ്. എന്താണ്? മോഡസ് ഓപ്പറാൻഡി. മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു സ്പെസിഫിക് സാധനം ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ മെത്തേഡാണ് എന്ത്?
മോഡസ് ഓപ്പറാണ്ടി എന്ന് പറയുമ്പോഴത്തേനും അല്ലേ. ഇത് നോക്കി എന്താണെന്ന്, ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അവസ്ഥ വരുന്നതിന് എന്താണ് പറയുക, നമുക്ക് അറിയാം. ഇത് ഈ പറഞ്ഞ പാട്ടിനകത്ത് നമ്മൾ എപ്പോഴും കേട്ടുള്ളതാണ്. എന്താണ് ഡെജാവു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെജാവു എന്ന് പറഞ്ഞാലാണ് ഈ സംഭവം നമ്മൾ ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ അങ്ങനെ ഒരു സംഭവം. നമ്മൾ ഒരു സിറ്റുവേഷൻ കാണും, നമ്മളിത് എവിടെയോ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ, അതാണ് ഈ പറഞ്ഞ ഡെജാവു കേട്ടോ. ഇതെന്നാണ് പറഞ്ഞാൽ ഒരു ഓൾറെഡി ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് നമ്മൾ എന്ത് പറയും? ഡെജാവു എന്നാണ് ഇതിൻ്റെ ഫോറിൻ വേർഡ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, തെറ്റിക്കരുത്. ഫോക്സ് പാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു എംബാരസിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിനാണ് എന്ത് പറയുന്നത്? ഫോക്സ് പാസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്താണ്? ഇതിനകത്ത് കറക്റ്റ് സ്പെല്ലിങ്ങിലുള്ള വേർഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചൂസ് ദി കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ്. പറയാമോ ഏതാണെന്ന്? ഏതാണ്? ഇതാണ് കേട്ടോ. ഈ പറഞ്ഞ ബോർഗിയോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ സ്പെല്ലിംഗ് പഠിക്കുക. ബോർഗിയോസിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോർഗിയോസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. തെറ്റിക്കരുത്. എന്താണ് മനസ്സിലാക്കുക വെച്ചാൽ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോർഗിയോസ് എന്ന് വിളിക്കുന്നത്. ബോർഗിയോസ് എന്നാണ്. ബോർഗിയോസ്, ഇതാണ് അതിൻ്റെ സ്പെല്ലിങ്. ബോർഗിയോസ് എന്നാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നാണ്. ഇതിനകത്ത് മേ ആണോ, ക്യാൻ ആണോ, നീഡ് ആണോ, മസ്റ്റ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് സെൻറ്റൻസ് ആയിരിക്കും ഇതിനകത്ത് നമ്മൾ ഏത് ചേർത്താലും? ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഏതാണിത്? വെച്ചാൽ നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യാൻ പറയുകയാണല്ലേ. അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. ഏതാണെന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുക കേട്ടോ. നോക്കിയേ, ഇതെന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. നീ ഉറപ്പായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം എന്നാണ്. യു മേ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ എന്താണ് യു മേ എന്ന് പറയുമ്പോൾ എന്തായിപ്പോവും? അതൊരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിലായിപ്പോവും. പക്ഷേ നമ്മളിപ്പം ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറയാമല്ലോ. അതുകൊണ്ടാണ് യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ദെൻ ഈ സംഭവം ഈ നൈദർ നോർ ഐദർ ഓർ എന്നുള്ള സെക്ഷൻ അതെല്ലാം ആ ടെക്സ്റ്റിനകത്ത് ഉള്ളത് തന്നെ കേട്ടോ. നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കുന്നത്. നൈദറും ഐദറൊക്കെ ചോദിക്കാൻ കാര്യം അതിനകത്ത് ആ ടെക്സ്റ്റിൽ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. ഇത് നോക്കിയേ, നൈദർ സാം നോ റാം ഡാഷ് പ്രസൻറ്റ് എന്നാണ്. നമുക്കറിയാം ഏതായിരിക്കും ആൻസർ, പറയാമോ? നോക്കി ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്കറിയാം നൈദർ നോർ എന്നുള്ള സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് വരുന്നത് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത സംഭവം എഴുതാവൂ എന്നാണ്. എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നൈദർ സാം നോർ ഹിസ് ഫ്രണ്ട്സ് എന്നുള്ള സെക്ഷൻ ആണെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ വരണ്ടേ? പ്ലൂറൽ അല്ലേ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ എന്ത് വന്നേനെ? ഇവിടെ നമ്മൾ എന്ത് എഴുതിയാലും പ്ലൂറൽ ടേമിലേ വരത്തുള്ളായിരുന്നു. അപ്പോൾ ഈ കേസിൽ എന്താണ്? നൈദർ സാം നോ റാം എന്നാണ് അല്ലേ. അപ്പോൾ റാം എന്ന് പറയുമ്പം സിംഗുലർ തന്നെയാണ്. അതുകൊണ്ട് എന്തോ വരും ഇവിടെ, നമ്മൾ എന്തോ എഴുതിയാലും സിംഗുലർ ആയിട്ടുള്ള സംഭവമേ വരത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്തായിരിക്കും വരുന്നത്? എന്തായാലും ഒബിയസ്ലി ആമല്ല. ഇതിലേതായിരിക്കും? ഈസ് പ്രസന്റ് ആണ് കേട്ടോ. നൈദർ സാം നോർ റാം ഈസ് പ്രസന്റ് എന്നാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ സെക്ഷനാണ് ഈ സംഭവം. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ സെക്ഷനും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സെലക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇഡിയത്തിൻ്റെ സെക്ഷൻ ചോദിക്കും. അതുപോലെ ഫോറിൻ വേർഡ് ചോദിക്കും, റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈഫ് ക്ലോസ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ചോദിക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ അത് കറക്റ്റ് പഠിച്ചു പോകുക കേട്ടോ. ഈ നോക്കി, ഇതെന്ന് പറയുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള സെക്ഷനാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാനുള്ളതാണ്. രാഹുൽ സെഡ് ഐ ലിവ് ഇൻ ചെന്നൈ എന്നൊക്കെ അറിയാം. ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസിനും ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനും അതുപോലെ തന്നെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസിനും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനും ഇതിൻ്റെ എല്ലാം എന്താണ് ഡയറക്റ്റ് സ്പീച്ചിന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നതിനകത്ത് ചില റൂള് ഉണ്ട്. അത് കറക്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, തെറ്റിക്കരുത്. ഓരോ ടൈപ്പ് സെൻറ്റൻസിനെയും കൺവേർട്ട് ചെയ്യുന്നതിന് റൂൾസ് ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ റെഗുലറായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പറയാൻ പ്രശ്നം കാണത്തില്ല. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാത്തവരാണെങ്കിൽ റൂൾ കറക്റ്റ് പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കി, ഇവിടെ രാഹുൽ സെഡ് ഐ ലിവ് ഇൻ ചെന്നൈ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും? പറയാം എങ്ങനെയാണെന്ന്. ഏതാണ് ആൻസർ? ഇതാണ് ആൻസർ അല്ലേ. രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ എന്നാണ്. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഹി ലിവ്സ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ്? ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ എന്താണ് ടെൻസ് നമ്മൾ ചേഞ്ച് ചെയ്താണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് അങ്ങനെയല്ല വരുന്നത്. ലിവിങ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ പറഞ്ഞതിനകത്തും ലിവിങ് എന്നൊരു സെക്ഷൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒന്നുമല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ എന്നുള്ളതാണ് അതിൻ്റെ ആൻസറേ. അപ്പോൾ പ്രപ്പോസ്റ്ററസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സിനോണിം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
പ്രപ്പോസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു അബ്സേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അബ്സേർഡ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് പ്രപ്പോസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് കോമൺ സെൻസിന് നിരക്കാത്ത സംഭവങ്ങൾ, അതിനെ നമ്മൾ എന്ത് പറയുന്നത് പ്രപ്പോസ്റ്ററസ് എന്ന് പറയുന്നത്. കോമൺ സെൻസിന് നിരക്കാത്ത സംഭവങ്ങൾ, അബ്സേർഡ് എന്ന് പറയുമ്പോൾ തന്നെ അതാണ് കോമൺ സെൻസിന് നിരക്കാത്ത സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രപ്പോസ്റ്ററസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഇനി നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള 4 സെൻറ്റൻസിനകത്ത് ഏതിനകത്താണ് ജെറണ്ട് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ജെറണ്ട് എന്നുള്ള സംഭവം എന്താണ് പറയാമോ, എന്താണെന്ന് ആൻസർ പറയാനൊക്കെ നോക്കിയാൽ ആദ്യം. എന്താണ് ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ING ചേർത്ത് വരുന്ന സംഭവങ്ങളാണ് എന്ത് ജെറണ്ട് എന്ന് പറയുന്നത്. തെറ്റിക്കുക നമുക്കറിയാം, ഈ പറഞ്ഞ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട് എന്നൊരു സെക്ഷൻ പഠിക്കാനുള്ളതാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 2+ വെർബ് വരുന്നതാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. 2ൻ്റെ കൂടെ വെർബ് വരുന്നതാണ് നമ്മുടെ ഇൻഫിനിറ്റി. നമ്മൾ പറയത്തില്ല എന്താണ് ഐ ആസ്ക് യു ടു ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഐ ഓർഡർ യു ടു പ്ലേ എന്ന് പറഞ്ഞാൽ ടു പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കിന് 2ഉം വെർബുമാണ്. ഈ പറഞ്ഞിട്ടുള്ള 2ൻ്റെ കൂടെ ഒരു വെർബ് വരുന്നതാണ് എന്ത് ഇൻഫിനിറ്റീവ് എന്നുള്ള സെക്ഷൻ. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ കൂടെ വെർബ് വരുന്നതാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ING ചേർത്ത് വരുന്നതാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏതാണ് ING ചേർത്ത് വരുന്നത്, കാരണം ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ തന്നെ പ്ലേയിങ് ING ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ജെറണ്ട് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൻ്റെ സെക്ഷൻസും അതുപോലെ എറർ കറക്ഷൻ്റെ സെക്ഷൻസും എവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള SSCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. അതൊന്ന് നോക്കുക കേട്ടോ. അതെന്ന് പറയുമ്പം അതിനകത്ത് കറക്റ്റ് ഈ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ചേർത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള വലിയ പാരഗ്രാഫിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കറക്റ്റ് ചെയ്ത് പഠിച്ചു, അപ്പോൾ തെറ്റത്തില്ലേ. നോക്കിയാൽ എന്താണ് ഇതിന് ആൻസർ എന്ന് പറയാമോ, എന്താണ് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന്. ഇതാണല്ലോ നോക്കി കറക്റ്റ് പറഞ്ഞത്. ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെൻറ്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ദ റൂം അക്രോസ് ദി ഹോൾ ഫ്രം ഇറ്റ്. ഇത് തന്നെ കേട്ടോ, ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെൻറ്റ്. കാരണം ദാറ്റ് വാസ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആനുള്ള സെക്ഷൻ ഒരിക്കലും വരത്തില്ല. ഇനി എന്താണ് ദാറ്റ് വാസ് ദ ഡിസപ്പോയിൻമെൻറ്റ് നമ്മൾ പറയത്തില്ല, അങ്ങനെ പറയത്തില്ലല്ലോ, പറയുമ്പോൾ തന്നെ തെറ്റാന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ. ഇനി നോക്കി എന്താണ് ബാക്കി വേണം ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെൻറ്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ദി റൂം അക്രോസ് ആനോൾ എന്ന് പറയത്തില്ല, ആനോൾ എന്ന് പറയത്തില്ലല്ലോ, അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ, ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെൻറ്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ദി റൂം അക്രോസ് ദി ഹോൾ ഫ്രം ഇറ്റ്. അതാണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചേഞ്ച് ഇൻ നെഗറ്റീവ് സെൻറ്റൻസ് വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് എന്നുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എവിടെ ഉള്ളതാണ്, നമ്മുടെ SSCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നോക്കി ഇവിടെ നിന്ന് പറയുമ്പോൾ നോക്കി സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. ആസ് സൂൺ ആസ് ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. വെച്ചാൽ എന്താണ് പുള്ളി വന്നപ്പോൾ തന്നെ പുള്ളി എന്ത് ചെയ്തു, ചെക്ക് ചെയ്തു, മേക്ക് ഷുവർ ചെയ്തു, എന്താണ് എല്ലാം ഓക്കെ ആണെന്ന് പുള്ളി ഉറപ്പ് വരുത്തി എന്നുള്ളതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ എന്താ ക്വസ്റ്റ്യൻ, ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, പക്ഷേ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് സെൻറ്റൻസ് എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റണം എന്നുള്ള. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഒരു നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ അപ്പിയറൻസ് വരുന്ന എന്തെങ്കിലും ഒരു സംഭവത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് മീനിങ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആൻസർ പറയാമെന്ന് നോക്കിയേ, ഇതാണ് അതിൻ്റെ ആൻസർ. നോക്കിയേ, നോ സൂണർ ഡിഡ് ഹി കം ദാൻ ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. അല്ല, ഇത് സെയിം മീനിങ് തന്നെയല്ല. വെച്ചാൽ പുള്ളി വന്ന് കയറിയതും എന്താ ചെയ്തെന്നാണ്, പുള്ളി വന്നതും എന്ത് ചെയ്തു, എല്ലാം കറക്റ്റാണ് എന്ന് മേക്ക് ഷുവർ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഈ പറഞ്ഞ ആസ് സൂൺ ആസ് ഹി കെയിം ഹി ഡിഡ്ന്റ് മേക്ക് ഷുവർ ദാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് പറ്റി, ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസിൻ്റെ മീനിങ് ചേഞ്ച് ആയിപ്പോയി. അടുത്തെന്ന് പറയുമ്പോൾ എന്താണ്, നോ സൂണർ ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. എന്ന് വെച്ചാൽ ആ സെൻറ്റൻസ് തെറ്റാണ്. ആസ് സൂൺ ആസ് ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് നത്തിങ് വാസ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മീനിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നോ സൂണർ ഡിഡ് ഹി കം. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള നോ സൂണർ എന്നുള്ള സംഭവം കഴിഞ്ഞിട്ട് വരേണ്ടത് ദാൻ എന്നുള്ളതാണ്. ഇത് ആ ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ് കേട്ടോ. നോ സൂണർ കഴിഞ്ഞിട്ട് വരേണ്ടത് ദാൻ എന്നുള്ള സംഭവമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതെന്താണ് അല്ല കണ്ടോ, നമ്മുടെ കണ്ടീഷണൽ ക്ലോസ് ഈഫ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ ആൻസർ പറയാമെന്ന് നോക്കിയാൽ, if James has enough money he dash buy a new car next year എന്നാണ്. ഞാൻ അറിയാതെ ഓൾറെഡി പറഞ്ഞത്. എന്താ ഇതിൻ്റെ ആൻസർ, ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി ഹി വുഡ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ എന്നാണ് കേട്ടോ. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഹി വാസ് ആബ്സെൻറ്റ് ഡാഷ് ഹി വാസ് സിക്ക്. എന്താണ് അതിൻ്റെ ആൻസർ, അവൻ ആബ്സെൻ്റ് ആകാനുള്ള കാരണം അവന് വയ്യാഞ്ഞിട്ടാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ, ഹി വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഹി വാസ് സിക്ക്. ഹി വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഹി വാസ് സിക്ക് എന്നാണേ. സി ആണ് കേട്ടോ ഡിസ്ക്രീപ്പൻസിയുടെ മീനിങ് എന്ന് പറയുമ്പോൾ, ഡിസ്ക്രീപ്പൻസിയുടെ സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ സി ആണ്. ഡിസ്ക്രീപ്പൻസിയുടെ മീനിങ് എന്താണ്, ഡിസ്ക്രീപ്പൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ലാതെ വരുന്ന അവസ്ഥയാണ് ഡിസ്ക്രീപ്പൻസി. അല്ലെങ്കിൽ രണ്ട് ഇൻഫോർമേഷൻ തമ്മിൽ ഒരു മാച്ചിങ്ങും വരാത്ത അവസ്ഥ,
അല്ലെങ്കിൽ ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസിയെ പറയുന്ന പേരെന്താണ്, അതിനെ പറയുന്ന യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്, ഡിസ്ക്രീപ്പൻസി എന്നിട്ട്. ഇതാണ് സ്പെല്ലിങ്, ഡിസ്ക്രീപ്പൻസി എന്നാണ്, ഡിസ്ക്രീപ്പൻസി എന്നാണ്. എന്താണ് നമ്മുടെ മീനിങ് ഓർത്തിരിക്കുക, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ആ വരുന്ന ഡിഫറൻസ് ആണ്, ഒരു രണ്ട് പീസ് ഓഫ് ഇൻഫോർമേഷന് വരുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുണ്ടാകുന്ന ഇൻകൺസിസ്റ്റൻസി, അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീപ്പൻസി എന്ന് പറയുന്നത്. ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് ആണ്. എന്ന് പറയുമ്പോൾ ഒരു ഇഡിയമാണ്. ഈ പറഞ്ഞിട്ടുള്ള വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്നുള്ള സംഭവം ഒരു ഇഡിയമാണ്. എന്താണ് മീനിങ് അതിൻ്റെ? വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് ആണ്. എന്താണ് എൻ്റെ മീനിങ്? ഇതാണ്, മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. മനസ്സിലാവും. വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത ഒരു സംഭവത്തിന് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു ഗുണവും വരാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സംഭവം കാരണം എന്ത് പറ്റി, നമ്മൾ ചെയ്ത സംഭവത്തിന് യാതൊരു എഫക്റ്റും വന്നില്ല, അതിനെ എന്ത് പറയുന്നത്, നമ്മൾ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറയുന്നത്. ഇതൊരു ഇഡിയത്തിൻ്റെ സെക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ദേ സെഡ് ലെറ്റ് us come in എന്നുള്ള സെക്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ക്വസ്റ്റ്യനകത്ത്. ഇത് റിപ്പോർട്ട് ചെയ്ത് പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതേ സെഡ് എന്നാണ്. അപ്പോൾ ടോൾഡ് എന്നുള്ള സെക്ഷൻ നോക്കുക വേണ്ട. അതേ സെഡ് ദാറ്റ് ഇഫ് ദേ ആർ അലൗഡ് ടു കം എന്നുള്ള സംഭവം ഇതല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ മീനിങ് വ്യത്യാസമാണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ബാക്കി രണ്ടെണ്ണം ഏതാണെന്ന് നോക്കി. നമ്മുടെ PSCയുടെ എന്താണ് കീ വെച്ചിട്ടുള്ള ആൻസർ ഇതാണ്. ദ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കം എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം. പക്ഷേ ഓ3 തന്നെ ഈ സംഭവത്തിനും തെറ്റൊന്നുമില്ല. ദ റിക്വസ്റ്റഡ് ദാറ്റ് ദേ മൈറ്റ് ബി അലൗഡ് ടു കം എന്നുള്ള സംഭവത്തിന് തെറ്റൊന്നും ഇല്ല, നമ്മൾ നോർമൽ സംസാരിക്കുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അടുത്ത് ആ മേ എന്നുള്ള സംഭവം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചൂസ് ചെയ്യുക, എന്നിട്ട് ഇത് ചൂസ് ചെയ്യുക. ദ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കം എന്നുള്ള സംഭവം ചൂസ് ചെയ്യുക. നോക്കിയാൽ നെക്സ്റ്റ് എന്താണ്, ഇത് വേർഡ് വൊക്കാബുലറിക്കകത്തുള്ള സെക്ഷൻ തന്നെയാണ്. എന്താണ് നമ്മൾ ഈ പറയുന്ന എ സ്പീച്ച് മെയ്ഡ് ബൈ സമൺ ഫോർ ദ ഫസ്റ്റ് ടൈം. എന്താണ് അതിന് പറയുന്നത്? സ്പീച്ച് എന്നല്ല, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ആദ്യമായിട്ട് ചെയ്യുമ്പം അതിനെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ്, ആ ഒരു വേർഡ് വെച്ചിട്ടാണ് പറയുന്നത്. എന്താണെന്ന് പറയാമോ? നമുക്കറിയാം എന്താണ്, മെയ്ഡൻ സ്പീച്ച് ആണ് അല്ലേ, മെയ്ഡൻ ആണ്. മെയ്ഡൻ നമുക്കറിയാം, മെയ്ഡൻ എന്നുള്ള വാക്കാണ് നമ്മൾ ആദ്യമായിട്ടൊരു സംഭവത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മെയ്ഡൻ എന്നുള്ള വാക്കാണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള സെർമണും എക്സ്റ്റംപോറും എന്താണ്, സ്പോണ്ടേനിയസ് നമുക്കറിയാമല്ലോ. ഈ പറഞ്ഞിട്ടുള്ള സെർമണും എക്സ്റ്റംപോർ എന്നുള്ള ഈ പറഞ്ഞ രണ്ട് സംഭവത്തിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? മെയ്ഡൻ സ്പീച്ചാണ് നമ്മുടെ ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഈ സെർമണും എക്സ്റ്റംപോർ എന്ന് പറയുന്നത് രണ്ടും സ്പീച്ചിനെ റെഫർ ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഈ സെർമൺ എന്ന് പറയുമ്പോൾ നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള എന്താണ് പറയുന്നത്, ഈ പള്ളിയിലൊക്കെ പ്രസംഗിക്കത്തില്ലേ, അതാണ് ഈ പറഞ്ഞുള്ള സെർമൺ എന്ന് പറയുന്നത്. ചില റിലീജിയസ് ആയിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ളൊരു സ്പീച്ച് എന്നുള്ള പറയുന്ന പേരെന്താണ്, അതാണ് ഈ പറഞ്ഞുള്ള സെർമൺ എന്ന് പറയുമ്പോഴത്തേക്കിനെ. ഇനി എക്സ്റ്റംപോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? നമ്മളോടിപ്പം പെട്ടെന്ന് കയറി ഒരു സംഭവം സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ ഒരു സംഭവം ഒരു സ്പീച്ച് നടത്തുന്നതിനെ പറയുന്നതാണ് എന്ത്, എക്സ്റ്റംപോർ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ സംസാരിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, എക്സ്റ്റംപോർ എന്ന് പറയുന്നത്. അപ്പോൾ മെയ്ഡൻ സ്പീച്ചാണ് ഫസ്റ്റ് സ്പീച്ച്. സെർമോൺ എന്ന് പറയുമ്പോഴത്തേക്കിനും മതപരമായിട്ടുള്ള ഒരു സ്പീച്ച്, അതിനാണ് സെർമൺ എന്ന് പറയുന്നത്. എക്സ്റ്റംപോർ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാതെ ഒരു സ്പീച്ച് പറയുകയോ അതല്ലെങ്കിൽ ഒരു പെർഫോമൻസ് നടത്തുകയാണ് എന്ത് പറയുന്നത്, എക്സ്റ്റംപോർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് റിപ്പോർട്ട് സ്പീച്ച് തന്നെയാണ്. ഷീ എക്സ്പ്ലെയിൻ ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ. ഇതിനെന്താണ് ഇവിടെ വരേണ്ടത് നോക്കി, എന്താണെന്ന് പറയാമോ? എന്തായിരിക്കും? നമുക്കറിയാം ഇത് ഷീ എക്സ്പ്ലെയിൻ ദാറ്റ് ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ എന്നാണ് അല്ലേ. ഷീ ഹാഡ് നെവർ ബീൻ ടു, അതാണ് ഇതാണ്, ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ എന്നാണ്. റിപ്പോർട്ട് സ്പീച്ച് കറക്റ്റ് പഠിക്കുക കേട്ടോ. ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ എന്നുള്ളതാണ് ആൻസറേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, എന്താണ്? ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദ ഇവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. എന്താണ്? I regret telling you that the event has been cancelled എന്നാണ്. I regret telling you that the event has been cancelled എന്നാണ്. നെക്സ്റ്റ് നോക്കി, എന്താണ്? When I arrived they dash for over an hour. ഞാൻ വന്നപ്പോൾ അവർ എന്തായിരിക്കും ഒരു ആൻസർ പറയാമോ? ദേ വർ വെയിറ്റിംഗ് ആണോ, ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ആണോ, ദേ ആർ വെയിറ്റിംഗ് ആണോ, ദേ വിൽ ബി വെയിറ്റിംഗ് ആണോ? നമുക്കറിയാം വിൽ ബി വെയിറ്റിംഗ് അല്ല, കാര്യം നമ്മൾ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞല്ലേ. വെൻ ഐ അറൈവ്ഡ്, ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മൾ എന്താണ് അവർ 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വരേണ്ടത്. വെൻ ഐ അറൈവ്ഡ് എന്തായിരിക്കും ആൻസർ? ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ആൻ അവർ എന്നാണ്. ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ആൻ അവർ എന്നാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വായിച്ചെന്താണ്? ദ ഡിപ്ലോമാസ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വാസ് കൺസിഡർഡ് എ വാല്യുബിൾ ഡാഷ് ഇൻ ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡിപ്ലോമാറ്റ്സിന് മൾട്ടിപ്പിൾ ലാംഗ്വേജ് സംസാരിക്കാനുള്ള ആ ഒരു എബിലിറ്റി ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻസിന് എന്ത് ചെയ്യും? ഒരു വാല്യുബിളായിട്ടുള്ള ഹെൽപ്പാണ്, അതല്ലെങ്കിൽ ഒരു വാല്യുബിളായിട്ടുള്ള സംഭവമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് എന്തായിരിക്കും? നമുക്കറിയാം ലയബിലിറ്റി അല്ല, എന്തായാലും ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്താണെന്ന്. ഹിൻഡ്രൻസും അല്ല, ഡ്രോബാക്ക് അല്ല, ഇത് നാഷണൽ അസറ്റാണ്. കാര്യം ഈ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ളൊരു അസറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അസറ്റാണ് അതിൻ്റെ ആൻസർ. നോക്കി, ദ ആർട്ടിസ്റ്റ് പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്
ഡാഷ് ദി ക്യാൻവാസ് എന്നാണ്. ചില ക്യാൻവാസിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു പെയിൻറ്റിങ് വരച്ചു എന്നാണ്. അപ്പോൾ ഓവർ ദ ക്യാൻവാസ് ആണോ, ഓൺ ടു ദ ക്യാൻവാസ് ആണോ, ഇൻ ദി ക്യാൻവാസ് ആണോ, എക്രോസ് ദി ക്യാൻവാസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ദി ആർട്ടിസ്റ്റ് പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഓൺ ടു ദി ക്യാൻവാസ് ആണേ, ഓൺ ടു ദി ക്യാൻവാസ് ആണ്. ദ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻ ആൻഡ് വാർ ബിഗൺ. ഇവർ തമ്മിൽ എന്തോ പക്ഷേ നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല. അത് കാരണം എന്ത് പറ്റി? വീക്സായിട്ട് നടത്തിയ നെഗോഷിയേഷൻ ശ്രമം പരാജയപ്പെട്ടത് കാരണം എന്ത് പറ്റിയെന്നാണ്, യുദ്ധം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ബ്രോക്കപ്പ് ആണോ, ബ്രോക്ക് ഔട്ട് ആണോ, ബ്രോക്ക് ഡൗൺ ആണോ, ബ്രോക്ക് ത്രൂ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാം എന്താണെന്ന്. നമുക്ക് പറഞ്ഞോ എന്താണെന്ന് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ആൻസർ ബ്രോക്ക് ഡൗൺ ആണ്. ബ്രോക്ക് ഡൗൺ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നോക്കി, ഇപ്പം ബ്രോക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ബ്രോക്ക് ഡൗൺ ആണ് ആൻസർ. ബ്രോക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ ഒരു സംസാരിച്ചുകൊണ്ടിരുന്നൊരു സംഭവം, ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ് നമ്മൾ എന്ത് പറയാം? ഡിസ്പേഴ്സ് ചെയ്യണമെങ്കിൽ ബ്രോക്കപ്പ് എന്ന് പറയാം. ഈ പറഞ്ഞ ബ്രോക്ക് ഔട്ട് പറയാൻ നമ്മൾ പൊതുവേ ഈ പറഞ്ഞ യുദ്ധമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് എന്താണ്? ബ്രോക്ക് ഔട്ട് എന്നാണ്. ചില നമ്മൾ ഈ പറയുന്ന പ്രതീക്ഷിക്കാതെ ഒരു സഡനായിട്ടുള്ള ഒക്കേറൻസ് നമ്മൾ പറയുന്നതാണ് ബ്രോക്ക് ഔട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സഡനായിട്ടുള്ള ഔട്ട് ബ്രേക്ക് നമ്മൾ പറയുന്നതാണ് എന്ത്? ബ്രോക്ക് ഔട്ട് എന്ന് പറയുമ്പോഴത്തേന്. ഇപ്പോൾ ഫയറോ അല്ലെങ്കിൽ വാറോ ഒക്കെ ഉണ്ടാകും, നമ്മൾ ബ്രോക്ക് ഔട്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ബ്രോക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാരിയറിലെ ഒബ്സ്റ്റക്കിൾ നമ്മൾ ഓവർകം ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നത്? ബ്രോക്ക് ത്രൂ. നമ്മൾ പറയുന്നത് ബ്രേക്ക് ത്രൂ എന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ ന്യൂസിനകത്തൊക്കെ കാണിക്കുന്നില്ല, ഇറ്റ് വാസ് എ ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ബ്രോക്ക് ത്രൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാരിയർ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഓവർകം ചെയ്യുന്ന നമ്മൾ പറയുന്നതാണ് എന്ത്? ഈ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന സംഭവം. ഇനി ഈ ബ്രോക്ക് ഡൗൺ എന്ന് പറയുന്നത് നമുക്ക് പല മീനിങ് ഉണ്ട്. എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കാറ് ബ്രേക്ക് ഡൗൺ ആയെന്ന് നമ്മൾ പറയും അല്ലേ? കാറിൻ്റെ നമ്മൾ പറഞ്ഞ ബ്രേക്ക് ഡൗൺ ആയെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു ഇമോഷണലായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കരയുന്ന ഷീ ബ്രോക്ക് ഡൗൺ ഇൻ ടിയേഴ്സ് നമ്മൾ പറയും അല്ലേ? അപ്പോൾ ഒത്തിരിക്ക് ആ ബ്രോക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ പല മീനിങ് ഉണ്ട്. ഈ പറഞ്ഞിട്ട് നമുക്കൊരു മെക്കാനിക്കൽ ഫെയിലർ ഉണ്ടാകുന്നത് നമ്മൾ ബ്രോക്ക് ഡൗൺ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഒരു ഇമോഷണലായിട്ടുള്ള കൊളാപ്സ് ഉണ്ടാകുന്നതിന് എന്ത് തന്നെയാണ് പറയുന്നത്? ബ്രോക്ക് ഡൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ബ്രോക്ക് ഡൗൺ ആൻഡ് ആഫ്റ്റർ ദ നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ബ്രോക്ക് ഡൗൺ ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻ ആൻഡ് ദി വാർ ബിഗൺ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? ദ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി ടു നോട്ടീസ് ദ ഡാഷ് ഡീറ്റെയിൽസ് ലെഡ് ടു ദി സോൾവിങ് ഓഫ് ദി കോംപ്ലക്സ് മിസ്റ്ററി എന്നാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? എന്താണ്? സാലനാണ്. നമ്മൾ പറയുന്നത് സാലൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിറ്റക്റ്റീവിന് നല്ല സാലൻ ഡീറ്റെയിൽസ് നോക്കാനുള്ള എബിലിറ്റി കാരണമാണ് ഈ പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് മിസ്റ്ററി സോൾവ് ആയതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? സാലിയൻ്റ് എന്നാണ്. ഇത് നോക്കി, ഈ പറഞ്ഞ ഇൻകോൺസ്പീഷ്യസിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് അട്രാക്ഷൻ വരാത്ത ഒരു സംഭവം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു എന്താണ് വലിയ പ്രത്യേകത ഒന്നുമില്ല, കാര്യം സാധാരണ നോർമലായിട്ടൊരു സംഭവം നമ്മൾ എന്ത് പറയുന്നത്? ഇൻകോൺസ്പീഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നാത്ത, അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാത്ത ഒരു സംഭവമാണ് എന്ത്? ഇൻകോൺസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ. അതാണ് ഇൻകോൺസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നോർമലായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് ഇൻകോൺസ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ്? ഒസ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്തു അത് മറച്ചു വെക്കാൻ നമ്മൾ പറയുന്ന വേറൊരു സംഭവമാണ് ഈ പറഞ്ഞ ഒസ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ സംഭവം ശരിയാകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അവരപ്പം ആ ഒരു ചെയ്ത പ്രവൃത്തി മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഇൻറ്റൻഷനലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കവറപ്പിന് നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞിട്ടുള്ള ഒസ്റ്റെൻസിബിൾ എന്ന് പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? കോൺസ്പീഷ്യസ് അറിയാമല്ലോ എന്താണെന്ന്. പറഞ്ഞിട്ടുള്ള ഇൻകോൺസ്പീഷ്യസിൻ്റെ ഓപ്പോസിറ്റ് ആണ് കോൺസ്പീഷ്യസ് എന്ന് പറയുമ്പോൾ. ഈസി ആയിട്ട് അട്രാക്ഷൻ കിട്ടുന്ന സംഭവമാണ് എന്ത്? കോൺസ്പീഷ്യസ് എന്ന് പറയുമ്പോൾ. ഈസി ആയിട്ട് അറ്റൻഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ വിസിബിൾ ആണ് എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് എന്ത്? കോൺസ്പീഷ്യസ് എന്ന് പറയുമ്പോഴത്തേന്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? സാലിയൻ ഡീറ്റെയിൽസ് എന്നുള്ള സംഭവമാണ്. നെക്സ്റ്റ് നോക്കി, ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ് റീച്ച് എ ഡാഷ് വെൻ ദേ ഫെയിൽ ടു എഗ്രി ഓൺ ദ ടേംസ് ഓഫ് ദ പാർട്ണർഷിപ്പ്. എന്താണ് അതിൻ്റെ എന്തായിരിക്കും ഇതിനകത്ത് വരുന്നത്? എന്താണ്? ഡെഡ് എൻഡ് എന്നുള്ള സംഭവമാണ്. എന്താണ്? ഈ പറഞ്ഞ രണ്ട് കമ്പനീസും തമ്മിലുള്ള ബാർഗെയിൻസ് എന്താ? വേറെ ഒരു വഴിയില്ല. അത് കാരണം എന്ത് ചെയ്യേണ്ടി വന്നവർ? അവർക്ക് ആ പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തില്ല, അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് എഗ്രി ചെയ്യുന്നതിൽ ഫെയിൽ ആകാനുള്ള കാരണം അവർ തമ്മിൽ ഉള്ള ബാർഗെയിൻസ് ഡെഡ് എൻഡിൽ ചെന്നാൽ. ഡെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അടുത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഡെഡ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് വേറൊരു വഴിയില്ലാത്ത അവസ്ഥയാണ് ഡെഡ് എന്ന് പറയുമ്പോഴത്തേക്കിനെ. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വഴിത്തിരിവാണ്. ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. നമുക്കൊരു സ്പെസിഫിക് നല്ല കാര്യം ചെയ്യുന്നത് നമ്മൾ എന്ത് പറഞ്ഞത്? ഒരു ഗ്രീൻ ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവസാനത്തെ കച്ചുതുരുമ്പ് എന്നൊക്കെ പറയത്തില്ല, അതാണ് ഈ പറഞ്ഞ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ. ഇത് ഡെഡ് എൻഡ് ആണ് കേട്ടോ. ഡെഡ് എന്ന് പറയുമ്പോൾ ഇനി അതിനകത്ത് ഒരു വഴിയും പ്രത്യേകിച്ചില്ല.
നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി ഷീ ഷോ ഡാഷ് കൺസേൺ ഫോർ ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ബൈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രീ പ്ലാന്റിംഗ് ക്യാമ്പയിൻസ് ആണ്. ഇതിനകത്ത് എന്താ വരണ്ടേ? കൺഷ്യൻഷ്യസ് ആണല്ലേ, കൺഷ്യൻഷ്യസ് ആണ്. ഈ പറഞ്ഞ കോൺഷ്യസോ സബ് കോൺഷ്യസോ അല്ല ഒരു കാരണവശാലും. ഇനി ഈ പറഞ്ഞ കൺഷ്യൻഷ്യസ് ആണോ കൺഷ്യസ് ആണോ സംഭവം നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് ഷീ ഷോഡ് കൺഷ്യൻഷ്യസ് കൺസേൺസ് ഫോർ ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ് കേട്ടോ. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി ഡിസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദ ചലഞ്ചിങ് പ്രൊജക്റ്റ് എന്നാണ്. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരിക്ക് ആ പ്രൊജക്റ്റിൽ പലതരം ഒബ്സ്റ്റക്കിൾസ് വന്നിട്ടും എന്ത് ചെയ്യുന്നതാണ്, പുള്ളിക്കാരി ഇത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസിൽ വരേണ്ട മീനിങ്. എന്താക്കിയത് വരുന്നത് എന്താ നമുക്കറിയാം. ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ഇംപേഷ്യൻസ് അല്ല, ഇംപേഷ്യൻസ് ഒരു കാരണവശാലും വരത്തില്ല. ഇൻകൺസിസ്റ്റൻസിയും അല്ല. കാര്യം ഇത് പോസിറ്റീവായിട്ട് വേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ടെനാസിറ്റി ആണോ അപ്പതി ആണോ നോക്കുക. അതെന്താണ് ഇതിൻ്റെ ആൻസർ? ടെനാസിറ്റി ആണ്. ടെനാസിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ക്വിറ്റ് ചെയ്യാത്ത ഒരു മനോഭാവമാണ് ടെനാസിറ്റിയുടെ അർത്ഥം. നമ്മൾ ക്വിറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരാളുടെ ക്വാളിറ്റിയാണ് നമ്മൾ ക്വിറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു സംഭവം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു ഒരു പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനേഷനാണ് നമ്മൾ ടെനാസിറ്റി എന്നുള്ള വാക്കിന് അർത്ഥം. ചില ക്വിറ്റ് ചെയ്യാത്ത ഒരു മനോഭാവമാണ് ടെനാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. ഡിസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ടെനാസിറ്റി ത്രൂ ഔട്ട് ചലഞ്ചിങ് പ്രൊജക്റ്റ് എന്നാണ്, തെറ്റിക്കരുത്. അപ്പതി എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? അപ്പതി എന്താണ്? ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അപ്പതി എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ ഒരു എന്തൂസിയാസം ഇല്ല, ഒരു കൺസേൺ ഇല്ലാത്തൊരവസ്ഥയാണിത് അപ്പതി എന്ന് പറയുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇവിടെ ടെനാസിറ്റിയാണ് അതിന് ആൻസർ. ടെനാസിറ്റിയുടെ മീനിങ് മനസ്സിലായാലും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ക്വിറ്റ് ചെയ്യാത്തൊരു മനോഭാവമാണെന്ന് ടെനാസിറ്റി എന്ന് പറയുമ്പോഴത്തേനെ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി ദ ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ് എന്നുള്ളതാണ്. ഏതാണ് ഇതിനകത്ത്? ഹിലാരിയസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഹിലാരിയസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? നമുക്കറിയാം ഇതാണ് ഹിലാരിയസിൻ്റെ സ്പെല്ലിംഗ് അല്ല. അപ്പോൾ ഇത് തെറ്റാണ്, ഈ സ്പെല്ലിംഗ് തെറ്റാണ്. സ്വേവ്ലിയുടെ സ്പെല്ലിംഗ് ശരിയാണല്ലേ, SUAVELY. സ്വേവ്ലിയുടെ മീനിങ് എന്താണ്? നമ്മൾ പുറത്ത് നമ്മൾ ചിരിച്ചു കാണിക്കും, പക്ഷെ അത് എന്താണെന്ന് നിർബന്ധമില്ല. പക്ഷെ പുറത്തുനിന്ന് കാണാൻ ഭയങ്കര പൊളൈറ്റും പ്ലസൻറ്റും ഒക്കെ ആയിരിക്കും, പക്ഷെ അത് എന്താകണമെന്നില്ല. ഒരു സ്ലൈറ്റ്ലി അതൊരു ഫോൾസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള സേവിൽ എന്നുള്ള വാക്കിനർത്ഥം. സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള പൊളൈറ്റും പ്ലസൻ്റ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. കാര്യം കാണുമ്പം പ്ലസൻറ്റും അട്രാക്റ്റീവും ഒക്കെയാണ്. പക്ഷേ ആ കാണിക്കുന്ന സംഭവങ്ങൾ എപ്പോഴും എന്താകണമെന്നില്ല, ട്രൂ ആകണമെന്നില്ല. ഒരു ഫോൾസ് ആയിട്ടുള്ള രീതിയിലാണ് സംഭവം കാണിക്കുന്നത്. അതാണ് ഈ പറഞ്ഞ സേവിൽ എന്നുള്ള വാക്കിനർത്ഥമേ. ഇനി പറഞ്ഞ സ്ക്വാലർ എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിംഗ് ശരിയാണോ? സ്ക്വാലറിൻ്റെ വാക്കിൻ്റെ സ്പെല്ലിംഗ് ശരിയാണ്. സ്ക്വാലർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോവർട്ടി കാരണം ഭയങ്കര പൂറായിട്ടുള്ള കണ്ടീഷൻ കാരണം നമുക്ക് ഡേർട്ടി ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് സ്ക്വാലർ. അല്ലെങ്കിൽ അൺപ്ലസൻ്റ് അല്ലെങ്കിൽ ഡേർട്ടി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത് സ്ക്വാലർ എന്ന് പറയുമ്പോൾ. അതിൻ്റെ സ്പെല്ലിങ്ങും ശരിയാണ്. അടുത്ത പറഞ്ഞിട്ടുള്ള ഹിലാരിയസിൻ്റെ ഈ സ്പെല്ലിംഗ് ആണ് ശരി, തെറ്റാണ്. നെക്സ്റ്റ് നോക്കി ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ എന്നാണ്. ഇത് തെറ്റിക്കത്. ഈച്ച് വൺ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള സംഭവം മാത്രമാണ്. അതിൻ്റെ ആൻസർ? ഈച്ച് വൺ ഓഫ് യു ഈസ് സ്പെഷ്യൽ എന്നാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യൽ ആണെന്നാണ്. അപ്പോൾ ഈസ് ആണ്, ആറെന്നല്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി ചൂസ് ദി ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. ഒരു ഡ്രീമി സ്റ്റേറ്റ് എന്നുള്ള ഈ പറഞ്ഞിട്ടുള്ള സംഭവത്തിന് കറസ്പോണ്ടിങ് വരുന്നത് ഇത് ഏത് വാക്കാണെന്നാണ്. പറയാം എന്താണെന്ന്. ഏതാണ്? ഡെലീരിയസ് ആണ്. അപ്പോൾ ഡെലീരിയസ് എന്നുള്ള സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറയത്തില്ല എന്തോ ഒരു കൺഫ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡ്രീമീസ് അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ എന്നുള്ളൊരു സ്റ്റേറ്റിലിരിക്കുന്ന സംഭവം ഡെലീരിയസ് ആണ്. ഡിക്റ്റം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സംഭവം? ഡിക്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ അങ്ങനെയുള്ള ആൾക്കാർ അനൗൺസ് ചെയ്തില്ല ഒരു സംഭവം, അല്ലെങ്കിൽ അവർ പറയുന്ന ആ സംഭവം നമ്മൾ എന്താ പറയുക ഒരു ഫോമലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അതോറിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പേരെന്താണ്? ഡിക്റ്റം എന്നാണ്. ഡിസ്ഡെയിൻ എന്താണ്? ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരാളുടെ പുച്ഛം തോന്നുക, അല്ലെങ്കിൽ ആ കണ്ടംപ്റ്റ്, അല്ലെങ്കിൽ ആ സ്കോൺ ഒരാളോട് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പുച്ഛം തോന്നുന്നത് നമ്മൾ എന്താണ് ഡിസ്ഡെയിൻ എന്ന് പറയുന്നത്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നതിനാണ് നമ്മൾ പറയുക ഡിപ്ലീഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഡ്രീമി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഡെലീരിയസ് ആണ് കേട്ടോ. ഡെലീരിയസ് ആണ് ഡ്രീമി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന്. നെക്സ്റ്റ് നോക്കി ഷീ കനോട്ട് ഡാഷ് ഹർ ഹസ്ബൻഡ് എനിമോർ എന്നാണ്. അല്ല എന്താണ് ഇതിന് ആൻസർ വരുന്നത്? എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബ് എന്നൊരു സെക്ഷനിൽ വരുന്നതാണ് ഈ സംഭവങ്ങൾ. ഈ പറഞ്ഞില്ല പുട്ട് വെച്ചുള്ള സെക്ഷൻ എല്ലാം കറക്റ്റ് പഠിക്കാൻ എടുത്ത് വെച്ച കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഈ സംഭവം. നോക്കി ഷീ കനോട്ട് പുട്ട് അപ്പ് വിത്ത് ഹർ ഹസ്ബൻഡ് എനിമോർ എന്ന് വെച്ചാൽ പുള്ളിക്കാർക്ക് ഇനിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡിനെ ടോളറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ പുട്ടപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കോപ്പ് വിത്ത് എന്ന് പറയും അല്ലേ, എന്ന് പറയുമ്പോൾ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ. ഷീ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹർ ഹസ്ബൻഡ് എനിമോർ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കി ഷീ കുഡിൻ ഡാഷ് ടു ദി ന്യൂ സർക്കംസ്റ്റാൻസസ് എന്നാണ്. അഡോപ്റ്റ് ആണോ അഡാപ്റ്റ് ആണോ? ഇത്
എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കൺഫ്യൂസിങ് വേർഡ്സിനകത്ത് നോക്കുക. അഡോപ്റ്റ് ആണോ, അഡാപ്റ്റ് ആണോ, അഡാപ്റ്റ് ആണോ. നമ്മളൊരു പുതിയ സർക്കംസ്റ്റാൻസിൽ അഡാപ്റ്റ് ആകുക എന്നാണ് പറയുന്നത് അല്ലേ. അഡാപ്റ്റ് ആണ് ഇതിൻ്റെ അർത്ഥമേ, അഡാപ്റ്റ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളെ ദത്തെടുത്ത് നമ്മൾ എന്തോ അഡോപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അഡാപ്റ്റ് എന്താണ്, അഡാപ്റ്റിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ പ്രൊഫിഷ്യൻസി അതിനെ നമ്മൾ അഡാപ്റ്റ് എന്ന് വെച്ചാൽ ഒരു സംഭവം ചെയ്യാൻ നമുക്ക് നല്ല കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്തോ അഡാപ്റ്റ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു പ്രൊഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയും ഒരു ഇമിറ്റേഷനിൽ ഒരു പുള്ളി ഭയങ്കര അഡാപ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുള്ളി അതിൽ വളരെ സ്കിൽഡ് ആണ് കേട്ടോ. അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സംഭവം, ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ പ്രൊഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്ന യൂസ് ചെയ്യുന്ന വാക്കാണ് എന്ത്, അഡാപ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് കേട്ടോ. തെറ്റിക്കതാണ് അഡാപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനെ. ഇനി അക്സീഡ് എന്ന് പറയുന്നത് നമ്മൾ എഗ്രി ചെയ്യുക എന്നുള്ളതാണ് അക്സീഡ് എന്ന് പറയുമ്പോൾ. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സംഭവം എഗ്രി ചെയ്യുന്ന നമ്മൾ എന്ത് പറയുന്നത്, അക്സീഡ് എന്ന് പറയുമ്പോഴത്തേന്. അപ്പോൾ ഇവിടെ എന്താണ്, അഡാപ്റ്റ് ആണ് എന്ത് ഇവിടുത്തെ അർത്ഥം കേട്ടോ. അഡാപ്റ്റ് ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. ചില ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്നുള്ള ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്നുള്ള മീനിങ് എന്താണ് സംഭവം നോക്കിയാൽ എന്താണ്, ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുമ്പോൾ എന്നെ വളരെ ഡിഫിക്കൽട്ടാണ് ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലാണ്. എന്ത് ഇൻകറക്റ്റ് വേർഡ് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിനകത്ത്. ഏതാണ്? ഇതാണ് തെറ്റാണ്. ഇത് പറയുമ്പോൾ തന്നെ റീമ റിപ്ലൈ ഡാഷ് ഈ വുഡ് ആ കംപ്ലീറ്റഡ് ദ വർക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇത് സെറ്റാണ് കേട്ടോ. ഈ കംപ്ലീറ്റഡ് എന്നുള്ള ഹാനമാണ് തെറ്റിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കി, കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഐ വുഡ് ആ ബോട്ട് എ ഗിഫ്റ്റ് ഇഫ്. ഇതെന്ന് പറയുമ്പോൾ കണ്ടു പറഞ്ഞ പിന്നെയും ഇഫ് ക്ലോസ് ആണ്. ഐ വുഡ് ആ ബോട്ട് എ ഗിഫ്റ്റ് ഇഫ് എന്താണ്, യു കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ ആണോ, യു ഹാഡ് കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ ആണോ, യു വുഡ് കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ ആണോ, യു കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ ആണോ. പറയാം എന്താണെന്ന്. ഞാൻ നിനക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നേനെ, നീ ഇഫ് എന്താണ്, നീ എന്നെ ബർത്ത്ഡേക്ക് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ളതല്ല എൻ്റെ മീനിങ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ഐ വുഡ് ആ ബോട്ട് എ ഗിഫ്റ്റ് ഇഫ് യു ഹാഡ് കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ എന്നാണ്. ഇഫ് യു ഹാഡ് കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ എന്നാണ് കേട്ടോ. ഇത് തെറ്റാണ്. ഇവിടെ ഹാവ് യൂസ് ചെയ്തില്ല, അപ്പോൾ ഹാഡ് പറഞ്ഞത് തെറ്റാണ്. യു വുഡ് കോൾ മീ എന്ന് പറയുന്നത് തെറ്റാണ്. യു കോൾ മീ ഓൺ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഐ വുഡ് ഹാവ് ബോട്ട് യുവർ ഗിഫ്റ്റ് ഇഫ് യു ഹാഡ് കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ എന്നാണ്. ഐ ഓഫ്റ്റൺ കം ഹോം ലേറ്റ് എന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. പറയാം എന്താണെന്ന്. ഇല്ല, തെറ്റാണ്. അതല്ല, ആമൈ അല്ല, തെറ്റാണ്. ആറുണ്ടായി ആണോ? ഓഫ്റ്റൺ ആയി എന്നൊരു സംഭവം ഇല്ല, അങ്ങനെ വരത്തില്ല. ക്വസ്റ്റ്യൻ ടാഗിനകത്ത് വരത്തില്ല. അങ്ങനെ എന്തായിരിക്കും അത്? ഡോണ്ടൈ ആണല്ലോ, തെറ്റിക്കരുത്. ആറുണ്ടായി ഒന്നുമല്ല. ഞാൻ മിക്കവാറും എപ്പോഴും താമസിച്ചാണ് വരുന്നത് അല്ലേ എന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ ഐ ഓഫ്റ്റൺ കം ഹോം ലേറ്റ്, ഡോണ്ട് ഐ എന്നാട്ടോ, തെറ്റിക്കരുത്. വിച്ച് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോർ സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് പെൻസീവ്ലി. ഈ പറഞ്ഞ പെൻസീവ്ലി എന്നുള്ള അല്ലെ പെൻസീവ് എന്നുള്ള വാക്കിന് നിയറായിട്ട് വരുന്ന മീനിങ് ഉള്ള വാക്ക് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്. പറയാം പെൻസീവ്ലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പെൻസീവ് എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, പെൻസീവ് എന്ന് പറയുന്നത്. പെൻസീവ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ളതാണ്, ചിന്താകുലരായിരിക്കുക എന്നുള്ളതാണ് എന്ത് പെൻസീവ് എന്ന് പറയുമ്പോഴത്തേന്. ഇത് എന്തൊക്കെയാണെന്ന് പറയാൻ ഏതാണെന്ന് നോക്കി ഏതാണ് നമുക്കറിയാം. പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് എന്ന് നമ്മൾ എന്തൊരു സംഭവം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിന്തിക്കുന്ന സംഭവം എന്നാണ് സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് പെൻസിലിയുടെ അർത്ഥത്തിൽ വരുന്നത് തന്നെയാണ്. റുമിനേറ്റീവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റുമിനേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സംഭവത്തിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നതാണ് എന്ത് റുമിനേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനി എന്താണ് തോട്ട്ലെസ് എന്ന് പറയുമ്പോൾ ചിന്തയില്ലാത്ത അവസ്ഥയാണ് അല്ലേ. തോട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെയാണ്. പിന്നെ അത് ഈ 3 ഒഴിച്ച് ബാക്കി എല്ലാം കറക്റ്റാണ്. 3 ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അപ്പം തെറ്റിക്കരുത്. ഇതൊക്കെ എന്ന് പറയുമ്പം SSCERT അകത്ത് ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഗ്ലോസറിക്കകത്തുള്ള വാക്ക് തന്നെ കേട്ടോ ഇതൊക്കെ. അപ്പോൾ അത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, എ ലാർജ് ഡെൻസ്ലി പാക്ക് ക്രൗഡ് ഓഫ് പീപ്പിളിനെ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ലാർജ് ഡെൻസ്ലി പാക്ക് ക്രൗഡ് ഓഫ് പീപ്പിൾ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ത്രോങ് ആണ് കേട്ടോ. ത്രോങ് ആണ്, തെറ്റിക്കരുത്. ത്രോങ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ഒരു ലാർജ് ഡെൻസി ബ്ലാക്ക് ക്രൗഡിനെ പറയുന്നതാണെന്ന് നമ്മൾ ഈ പറഞ്ഞ ത്രോങ് എന്ന് പറയുമ്പോഴത്തേന് ഈ 2 വാക്കുകളില്ല, ഇങ്ങനത്തെ 2 വാക്കില്ല കേട്ടോ, തെറ്റിക്കരുത്. അപ്പോൾ ത്രോങ് നമ്മൾ എന്ത് പറഞ്ഞത്? ഒരു ഭയങ്കര ആൾക്കൂട്ടത്തെ പറയുന്ന പേരെന്താണ്? ത്രോങ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഈസ് ദി കറക്റ്റ് വൺ എന്നാണ്. ഈ പറഞ്ഞാൽ മിസ്ചീവിയസ്ലിൻ്റെ സ്പെല്ലിങ് പറയാണ്. നോക്കി ഏതാണെന്ന്. ഇതിൻ്റെ സ്പെല്ലിങ് ഏതാ കറക്റ്റ്? മിസ്ചീവിയസ്ലിയുടെ സ്പെല്ലിങ് കറക്റ്റ് ഏതാണ്? സി ആണ് കേട്ടോ. ഇതാണ് സ്പെല്ലിങ്. മിസ്ചീവിയസ്ലിയുടെ സ്പെല്ലിങ് ഇതാണ് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഐ ആം നോട്ട് ഗുഡ് ഡാഷ് പ്ലേയിങ് ദ പിയാനോ എന്നാണ്. ഞാൻ പിയാനോ വായിക്കാൻ ഐ ആം നോട്ട് ഗുഡ് അതാണ്. അപ്പോൾ അതിനകത്ത് ഏതാണ് ഈ പറയുന്നത്? എബൌട്ട് ആണോ, ഇൻ ആണോ, ഫോർ ആണോ, അറ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. പറയാമോ എന്താണെന്ന്? 63 ആൻസർ പറയാമോ? ഐ ആം നോട്ട് ഗുഡ്
എന്താണ് അറ്റ് പ്ലേയിങ് പിയാനോ അല്ലേ, ഐ എം നോട്ട് ഗുഡ് അറ്റ് പ്ലേയിങ് പിയാനോ കേട്ടോ, ഐ എം നോട്ട് ഗുഡ് അറ്റ് പ്ലേയിങ് പിയാനോ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ആസ് എൻ എക്സ്ക്യൂസ് ഫോർ ലേറ്റ് ദേ ഓൾവേസ് ഡാഷ് സ്റ്റോറീസ്. നമ്മളീ പറഞ്ഞ താമസിച്ച് വരുന്നതിന് അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കഥ ഉണ്ടാക്കും എന്നുള്ളതാണ് ആ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ആസ് എൻ എക്സ്ക്യൂസ് ഫോർ ലേറ്റ് ദേ ഓൾവേസ് എന്താണ് പറയാമോ? മേക്ക് ഔട്ടാണോ, മേക്കപ്പ് ആണോ, മേക്കിനാണോ, മേക്കപ്പ് ഔട്ടാണോ? പറയാമോ എന്താണെന്ന്? ദേ ഓൾവേസ് മേക്കപ്പ് സ്റ്റോറീസ് അല്ലേ, വെച്ചാൽ ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ എക്സ്ക്യൂസ് പറയാൻ വേണ്ടി നമ്മളൊരു സംഭവം സ്റ്റോറീസ് മേക്കപ്പ് ചെയ്യാമെന്നാണ് കേട്ടോ, തെറ്റിക്കരുത്. അതാണ് പറഞ്ഞാൽ മേക്കപ്പ് സ്റ്റോറീസ്. ഇതെല്ലാം പറഞ്ഞ ഫ്രേസിൽ പറഞ്ഞത് എടുത്ത് പറയുന്നില്ല ഇതൊന്നും, ഇതിൻ്റെയൊക്കെ മീൻ നോക്കുക കേട്ടോ. പറഞ്ഞാൽ മേക്ക് ഔട്ട് എന്താണ്, മേക്കിൻ എന്താണ്, മേക്കപ്പ് ഔട്ട് എന്താണ്. ഞാൻ ഒന്ന് കുറേ ഫ്രേസിലൊക്കെ എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പിന്നെയും പറയാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഫൈൻഡ് ദി ഓഡ് ഔട്ട് എന്നാണ്. ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തൊന്നും ഏതാണ് ഓടെന്നാണ് നോക്കി. നമുക്കറിയാം ആഡ് ഫ്യൂവർ ടു ദ ഫയർ എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല. ചില ഒരു സംഭവം ഓൾറെഡി വേഴ്സ് ആണ്, അതിനകത്ത് അത് പിന്നെയും വേഴ്സ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ആഡ് ഫ്യൂവർ ടു ദ ഫയർ എന്ന് പറയുമ്പോഴത്തേക്കിന്. ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവം അല്ലേ. പിന്നെയും ഇത് രണ്ടും സെയിം തന്നെയാണ്. ആഡ് സോൾഡ് ഇൻ ദ വൂണ്ട് എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ്, സെയിം മീനിങ് തന്നെ കേട്ടോ. അല്ല ഇനി എന്താണ് ആഡ് എ ഫെദർ ഇൻ ദ ക്യാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം ഓപ്പോസിറ്റ് മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന് ആൻസറേ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ, നൈദർ വില്യം നോർ ഹിസ് റിലേറ്റീവ്സ്. ഞാൻ പറയുകയാണ് നൈദർ നോർ എന്നുള്ള സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ്, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ആണ് വില്യം എന്നുള്ള സംഭവം, സെക്കൻഡ് പേഴ്സൺ ആണ് ഇവിടുത്തെ റിലേറ്റീവ്സ് എന്നുള്ള സംഭവം. അപ്പോൾ ഈ റിലേറ്റീവ്സ് ഇവിടെ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവമേ ബാക്കി ആഡ് ചെയ്യാവൂ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? നൈദർ വില്യം നോർ ഹിസ് റിലേറ്റീവ്സ് ഹാവ് അറൈവ്ഡ് കേട്ടോ, ഹാവ് അറൈവ്ഡ് എന്നുള്ളതാണ്, തെറ്റിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഇതെന്താണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നോക്കി, ഇഫ് ഐ വർ യു ഐ നോക്കി, ഇതിൽ ഏതാണെന്ന് പറയാം, ഏതാണ്? ഐ വുഡിൻ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് എന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് ഹാവ് ഇവിടെ ചേർക്കരുത്, ഇവിടെ നിന്ന് പറയുമ്പോൾ ഹാവ് ചേർത്ത് പറയത്തില്ല, തെറ്റിക്കരുത്. ഇഫ് ഐ വർ യു ഐ വുഡിൻ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് എന്നാണ് കേട്ടോ, തെറ്റിക്കരുതേ. ഇനി എന്താണ് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ടെക്സ്റ്റിലുള്ളതാണ്. രാജു ഹാസ് ക്ലീൻ ദ പ്ലേറ്റ്സ് ആണ് അല്ലേ. അപ്പം നമുക്കറിയാം ആക്റ്റീവിനെ പാസീവ് ആക്കുമ്പോൾ ഇത് മൊത്തത്തിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ തിരിയും. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ രാജു പാത്രം കഴുകിയെന്നാണ് ആക്റ്റീവ് വോയിസ്. ഇതിൻ്റെ പാസീവ് എന്താണ്? പാത്രം രാജുവാൽ കഴുകപ്പെട്ടു എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ എന്താണ് വരേണ്ടത്? പറയാം എന്താണ്? രാജു ഹാസ് ക്ലീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ എന്ത് പറയാം നമ്മളിതിനകത്ത്? പറയാം എന്താണെന്ന്? ദ പ്ലേറ്റ്സ് ഹാവ് ബീൻ ക്ലീൻ ബൈ രാജു എന്നാണ് കേട്ടോ. ദ പ്ലേറ്റ്സ് ഹാസ് ബീൻ വരാത്തതിൻ്റെ റീസൺ അറിയാലോ അല്ലേ, പ്ലേറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ഹാവ് ബീനേ വരത്തുള്ളൂ. ദ പ്ലേറ്റ്സ് ഹാവ് ബീൻ ക്ലീൻ ബൈ രാജു എന്നാണ്. ഇനി എന്താണ്? ഇതെന്ന് പറയുമ്പം ഡയറക്റ്റ് സ്പീച്ച് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ദേ ആർ കം ഹിയർ മെനി ടൈംസ്. അന്ന സെഡ് ദേ ആർ കം ഹിയർ മെനി ടൈംസ് ആണ്. എങ്ങനെ എഴുതാം ഇത്? റിപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റും എങ്ങനെയാണെന്ന്? Anna said that they had come there many times ആണ് കേട്ടോ. Anna said that they had come there many times ആണ് കേട്ടോ, തെറ്റിക്കരുത്. Anna said that they had come there many times ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ഔട്ട് ദി അൻറ്റോണിം ഓഫ് ദ വേർഡ് പോംബസ്ലി എന്നുള്ളതിൻ്റെ അൻറ്റോണിമാണ്. പോംബസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ആണ് വേണ്ടതെന്ന് ഓർത്തിരിക്കുക. പോംബസ് പറയുന്നത് നമ്മൾ ഭയങ്കര ജാട കാണിച്ചിട്ടൊരു സംഭവം ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങൾ ഭയങ്കര ആഡംബരമായിട്ട് കാണിക്കുക, അതിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നത്? പോംബസ് എന്ന് പറയുമ്പോഴത്തേനെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അൻറ്റോണിം എന്താകും? ഓപ്പോസിറ്റാണ് വേണ്ടത് അല്ലേ. നോക്കാം, പറയാം അരഗൻലി പറയുമ്പോൾ ഒരുമാതിരി തന്നെ ഒരുമാതിരി അങ്ങനെ വരും. ഡിസ്റ്റൈൻഫുള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ബോസ്റ്റ്ഫുള്ളി എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞിട്ടുള്ള സെയിം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഹമ്പിളായിട്ടുള്ള സംഭവമാണ് പോംബസിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് 50 ക്വസ്റ്റ്യൻസ് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റീസെൻ്റായിട്ട് നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ട്രെൻഡ് അനുസരിച്ച് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.